ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, ലൈക്ക് ചെയ്തിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ടോപ്പ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും, അപ്പോൾ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ്ങും ഉണ്ട്, മെയിനായിട്ടുള്ള ക്ലോത്തും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം കേട്ടോ. ലൈനിങ്ങിനെ ആദ്യം 4 മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഫോൾഡുള്ള ഭാഗം മുകളിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 2 പീസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഫ്രണ്ടിലത്തെ പീസ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൽവെഡ്ജ് വരുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. മറ്റേ ഭാഗത്ത് ഫോൾഡുള്ള ഭാഗമായിട്ടാണ് കിടക്കണേ കേട്ടോ. ബാക്ക് വശം ഫോൾഡുള്ളതും ഫ്രണ്ട് പീസായിട്ട് കിടക്കുന്നത് ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരുന്നത് കേട്ടോ. ഇനി ആ ഓപ്പണുള്ള ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വീതിയിൽ വേണമെന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് വര വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ആ 1.5 ഇഞ്ച് മുതൽ ബാക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ വെച്ചിട്ട് കാണാം, എന്നാലാണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണുള്ളൂ. താഴെ നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് മുകളിൽ ബാക്ക് പീസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ എടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്ക്വയർ ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഭാഗം കുറച്ച് നീണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ആ ഭാഗത്തേക്ക് നമുക്ക് മെഷർമെൻ്റ് ഒന്നും എടുക്കണില്ല കേട്ടോ, അത് കൂടുതലായിട്ട് വെച്ചു എന്നുള്ളൂ. ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ആം ഹോൾ 6 ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ ഒന്ന് നീട്ടി വരയ്ക്കുന്നു. അത് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണ്ട. അവിടെ ചെസ്റ്റ് 32.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ചേർത്തിട്ട് 4 ഡിവൈഡ് ചെയ്തപ്പോൾ 8 കിട്ടി. 1.5 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്തു കേട്ടോ. ഇനി ആം ഹോള് 1 ഇഞ്ചിൽ കോർണർ ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പ് താഴേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചരിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് സെൻറ്റർ ഭാഗം ആം ഹോളിൻ്റെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് സെൻറ്റർ ഭാഗത്ത് കുഴിച്ച് വരയ്ക്കുക. കോർണർ ഭാഗത്ത് 1/2 ഇഞ്ച് വരച്ചിട്ട് കുഴിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ആം ഹോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഷോൾഡർ ടോപ്പിൽ നിന്ന് താഴേക്ക് ഷേപ്പിനായിട്ട് 13 ഇഞ്ചും ഹിപ്പിനായിട്ട് 19 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ചെസ്റ്റ് കൊടുത്തിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 7.5 കൊടുത്താൽ അവിടെ, എന്നിട്ട് 1.5 ഇഞ്ച് അലവൻസ് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഹിപ്പിൻ്റെ അവിടെ നമ്മൾ എത്രയാണോ നമുക്ക് ടേപ്പ് റൗണ്ട് ചെയ്തിട്ട് കിട്ടുന്നത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ചേർത്തിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ടുള്ള അളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 1.5 ഇഞ്ച് അലവൻസും കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 8.25 കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ബോട്ടത്തിൻ്റെ ഭാഗം താഴെ ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹിപ്പ് കൊടുത്ത ഭാഗത്ത് നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു 4 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അതല്ല നമുക്ക് ഫുള്ള് വിരിവിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഫുൾ വിരിവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ ഭാഗം കുറച്ച് കയറിയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളത് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് വേണം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ബാക്ക് പാർട്ടിൽ നെക്കും ആം ഹോളും സെപ്പറേറ്റ് കട്ട് ചെയ്യുക. അതിനുശേഷം മാറ്റിയിട്ടതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും ആം ഹോളും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം അളവെടുത്തപ്പോൾ ലെങ്ത്ത് പറയാൻ മറന്നുപോയി. നമ്മൾ 44 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് എടുത്താണ് കേട്ടോ അലവൻസ് എടുക്കുക. എത്ര ലെങ്ത്ത് വേണം അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. ലൈനിങ്ങിൽ 2 ഇഞ്ച് വരെ കുറവെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 44 ഇഞ്ച് ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒക്കെ റെഡിയാക്കി ഇടാം കേട്ടോ. നമ്മൾ ലൈനിങ്ങിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ട് വെക്കുക. ഫ്രണ്ട് പാർട്ട് 1.5 ഇഞ്ച് കൂട്ടി ഇട്ടിട്ട് വേണം ബാക്ക് പാർട്ട് അതിനോട് ചേർന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഈ ഒരു സാരിയിൽ അതിൻ്റെ ബോർഡറായിട്ട് ഗോൾഡൻ കളർ ഒരു പീസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഷേപ്പിൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുക. തുണീനെ 4 മടക്കിയിടുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തിരി നീട്ടത്തിൽ ഒരു 3/4 കിടക്കുന്ന രീതിയിലുള്ള
സ്ലീവാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അടിയിലൊരു പീസും കൂടി വെക്കുന്നുണ്ട്, അതനുസരിച്ച് ഞാൻ 16.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോള് 6 എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 8 മാർക്ക് ചെയ്തു. അതിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് വരച്ചു കൊടുത്തിട്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എസ് മോഡലിൽ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. താഴെ റിസ്റ്റ് റൗണ്ട് 5.25 മാർക്ക് ചെയ്യുക, 1.5 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ മുകൾ ഭാഗത്ത് ചെറിയൊരു എസ് ഷേപ്പിലാണ് അതൊന്ന് വരച്ചു കൊടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ സൈഡിലൊരു കോർണർ ഭാഗമായിട്ട് വരുന്നിടത്ത് നമ്മളൊരു നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതായിട്ട് മടക്കി വെച്ച ഭാഗത്ത് ഇനി നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് അതിൻ്റെ പാകത്തിന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിത്തിരി വീതി കൂടുതലാണ്, ആ വീതി ഞാൻ അത്ര എടുക്കണില്ല കേട്ടോ. അപ്പോൾ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നെക്കിൻ്റെ ഭാഗത്ത് വയ്ക്കാനുള്ള ഫേസിങ് ആണ് കേട്ടോ. അപ്പോൾ ഫേസിങ് നമുക്ക് ഫേസിങ് ആയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 1.5 ഇഞ്ച് വീതിയിലുള്ള 3 ക്രോസ് പീസുകൾ നീളത്തിലുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതേ നമ്മുടെ ഫുള്ളായിട്ട് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ടോപ്പ് കട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.